തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ തൊഴിൽ വകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന പരാതിയിലാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടത്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കാൻ തൊഴിൽ വകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന പരാതിയിൽ തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ജനുവരി 21 രാവിലെ 10 തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്നാണ് ഉത്തരവ്. പീരുമേട് താലൂക്കിലെ എസ്റ്റേറ്റ് ലയങ്ങൾ തകർന്ന് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റി നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കോട്ടമല തേങ്ങാക്കൽ എസ്റ്റേറ്റുകൾക്കെതിരെയാണ് പ്രധാന പരാതി. കൂട്ടിക്കിടക്കുന്ന MMT പ്ലാന്റേഷൻ ഉടമസ്ഥതയിലുള്ള കോട്ടമല എസ്റ്റേറ്റിലെ പല ലയങ്ങളും തകർന്നു വീഴാറായ അവസ്ഥയിലാണെന്ന് ലേബർ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ലയങ്ങളുടെ നവീകരണത്തിനായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കിയ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് ലേബർ കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2022, 23, 2023, 24 ബജറ്റുകളിൽ 10 കോടി രൂപ വീതം ലയ നവീകരണത്തിന് അനുവദിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കമ്മീഷനെ അറിയിച്ചു. പീരുമേട് താലൂക്കിലെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ നവീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളായി 10 കോടി രൂപ വീതം സർക്കാർ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചെങ്കിലും നാളിതുവരെ 1 രൂപ പോലും ചെലവാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയെങ്കിലും അതിൻ്റെ അന്തിമ ഉത്തരവ് കൂടി ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഉത്തരവ്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ എസ്റ്റിമേറ്റ് സംബന്ധിച്ച ഫയൽ ധനവകുപ്പ് അംഗീകരിക്കുകയും 50 ലക്ഷം രൂപ കൂടി പാസാക്കി തൊഴിൽ വകുപ്പിന് കൈമാറിയതായും തനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചതായി പരാതിക്കാരൻ അറിയിച്ചു. തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പരാതിക്കാരന്റെ ആരോപണങ്ങൾ ശരിയാണോ? ലയങ്ങൾ നവീകരിക്കാൻ ധനവകുപ്പ് ഫണ്ട് പാസാക്കിയെങ്കിൽ തുക വിനിയോഗിക്കാൻ കാലതാമസം എന്ത് തുടങ്ങിയ വിവരങ്ങൾ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിനിധീകരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കമ്മീഷനെ ധരിപ്പിക്കണം. ലേബർ കമ്മീഷണർ 2024 ജനുവരി 3 നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ തൊഴിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി രേഖാമൂലം അറിയിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.